കഴിഞ്ഞ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്തത് ഭയത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിത യാത്രയെ തടസ്സപ്പെടുത്തുന്ന അത്തരം പേടികളെ കുറിച്ചാണ്. ആ വീഡിയോയിൽ നാം അവസാനം പറഞ്ഞിരുന്നു, ഇനി വരുന്ന 2-3 വീഡിയോകൾ കൂടി ഈ വ്യത്യസ്ത രീതിയിലുള്ള ഭയങ്ങളെ കുറിച്ചാണ് നാം ഡിസ്കസ് ചെയ്യുക. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ഫോബിയയെ കുറിച്ചാണ്. അതായത് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വിലയിരുത്തും, മറ്റുള്ളവരെങ്ങനെ ജഡ്ജ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് നാം നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളെയും മാറ്റിവെച്ച്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച് നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന അത്തരത്തിലുള്ള ചിന്തയെ നാം ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുകയാണ്. മറ്റുള്ളവർ നമ്മളെങ്ങനെ വിലയിരുത്തുന്നു എന്ന ആ ഒരൊറ്റ ചിന്ത കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നിങ്ങളുടെ എത്രയെത്ര ആഗ്രഹങ്ങളാണ് നിങ്ങൾ മാറ്റിവെച്ചത്, നിങ്ങളുടെ എത്രയെത്ര സ്വപ്നങ്ങളാണ് നിങ്ങൾ വേണ്ടെന്ന് വെച്ചത്. നിങ്ങൾക്ക് ജോലിയിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന, ഉയർച്ചയ്ക്ക് നിദാനമാകാൻ സാധ്യതയുള്ള എത്രയെത്ര കാര്യങ്ങളാണ് മറ്റുള്ളവർ ഇങ്ങനെ വിചാരിക്കും, മറ്റുള്ളവരെന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, മറ്റുള്ളവരെന്നെ എങ്ങനെ വിലയിരുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റിവെച്ചത്. ആത്മാർത്ഥമായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. നിങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്കൊരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്കൊരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചത് നിങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്നെ മോശമായി വിലയിരുത്തില്ലേ, മറ്റുള്ളവരെന്നെ ഇൻസൾട്ട് ചെയ്യില്ലേ എന്നൊക്കെ കരുതിക്കൊണ്ടാണ്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുകയും അവരെന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന് പേടിയും. 4 ആൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു കിണ്ണം കെട്ട കള്ളന്റെ മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ പോവുക. എല്ലായ്പ്പോഴും നമ്മളാകെ ഡിസ്റ്റർബായിരിക്കും. മറ്റുള്ളവർ നമ്മളെ നോക്കുന്നുണ്ടോ, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ, അവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും നാം ഒരു ഇവന്റിൽ പോലും പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. നാം ആഗ്രഹിച്ചതുപോലെ ആ ഇവന്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല, ആ സ്ഥലങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഒരാളൊരു പട്ടണത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അതുവഴി കടന്നു പോകുന്ന എല്ലാ ആളുകളും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം കരുതി ആളുകളെല്ലാം എന്നെ തന്നെ ശ്രദ്ധിക്കുന്നു, എനിക്കെന്തോ ഒരു കുറവുണ്ട്. അദ്ദേഹം ഷർട്ടൊക്കെ ശരിയാക്കി, പാൻസൊക്കെ ശരിയാക്കി, മുടിയൊക്കെ ചീകി ഒന്ന് ശരിക്കും എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അവസാനം ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് താൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വലിയ പ്രതിമയുണ്ട്. ആ പ്രതിമയിലേക്കാണ് ആളുകൾ നോക്കുന്നത് എന്നതുപോലെ നമ്മൾ എവിടെ ചെന്നാലും ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ഒരു മിഥ്യാധാരണയിലൂടെ നമുക്ക് മുന്നോട്ട് പോവേണ്ടി വരും. ഇത് സാമാന്യ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. നമ്മുടെ പൂർവികർ കൂട്ടമായി ഗോത്രങ്ങളുമൊക്കെയായി ജീവിച്ചിരുന്ന കാലത്ത് ആ ഗോത്രങ്ങൾക്ക് ഒപ്പം ചേർന്നു പോകണമെങ്കിൽ അവരുടെ സംസ്കാരവും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും ജീവിക്കണമായിരുന്നു. അല്ലാത്ത പക്ഷം അവർ നാടുകടത്തപ്പെടലും ഒറ്റപ്പെടുത്തലും ഒക്കെ ഊരുവിലക്കുമൊക്കെ സ്വാഭാവികമായിരുന്നു. അന്ന് മനുഷ്യൻ സ്വായത്തമാക്കിയ ഒരു കഴിവിൽപ്പെട്ടതാണ് മറ്റുള്ളവരുടെ കൂടി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പരിഗണിച്ച് ജീവിക്കുക എന്നത്. അതോടൊപ്പം ചെറുപ്പകാലത്ത് നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തുന്ന സമയത്ത് പലപ്പോഴായി പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ നടക്കരുത്, ഇങ്ങനെ നടന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും ചെയ്യരുത്, ചെയ്താൽ ആളുകൾ എന്താണ് വിചാരിക്കുക, ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ സ്റ്റെപ്പിനെയും നമ്മുടെ രക്ഷിതാക്കന്മാർ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എങ്കിൽ പോലും അവർ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ആ സ്വഭാവം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരുടെ ഇഷ്ടവും അനിഷ്ടവും അവരുടെ പരിഗണനയും ഒക്കെ പരിഗണിച്ചാവണം നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു ബോധം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നുപെട്ടത് മൂലവും ഇത് ഇങ്ങനെ വലുതായി വരാറുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കും, നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങളെ തടഞ്ഞു നിർത്തും. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും എങ്ങനെയാകും ഈ സൊസൈറ്റി അതിനെ സ്വീകരിക്കുക, വിലയിരുത്തുക, വിമർശിക്കുമോ, അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളിൽ ഉണ്ടാകും. അതുണ്ട് എങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചിന്തയായി അത് പിന്നീട് പരിണമിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ചിന്തയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു 3-4 കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1, മറ്റുള്ളവരുടെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്താറുണ്ടോ? നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ
മറ്റുള്ളവരുടെ ഇഷ്ടം കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ മാറ്റം വരുത്താറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്. രണ്ടാമതായി, നിങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് നോ പറയാൻ മടിക്കാറുണ്ടോ? നമ്മൾ നോ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു സഹായം ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തതാണ് എങ്കിൽ പോലും അത് ഏറ്റെടുത്തില്ല എങ്കിൽ അദ്ദേഹം എന്തു പറയും? ഞാനിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് വിചാരിക്കും? അതുകൊണ്ട് നോ എന്ന് പറയാൻ, ആവശ്യ സമയങ്ങളിൽ നോ എന്ന് പറയാൻ നിങ്ങൾ മടി കാണിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് മടി തോന്നുന്നുവെങ്കിൽ, ലജ്ജ തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ ഫോബിയയുടെ അംശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. മൂന്നാമതായി, നാം ഒരു അങ്ങാടിയിൽ പോയാൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്കൊരു സഹായം ആവശ്യമായി വന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ മടിയുണ്ടോ, അല്ലെങ്കിൽ അതിൽ ലജ്ജ തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങളിൽ ഈ സോഷ്യൽ ഫോബിയയുടെ അംശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന് നമ്മൾ ഒരു മീറ്റിംഗിലാണ്, അല്ല എങ്കിൽ ഒരു സദസ്സിലാണ്, 4 ആളുടെ മുന്നിലാണ്, എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ അഭിപ്രായത്തോട് നമുക്ക് യോജിപ്പില്ല, നമുക്ക് മറ്റൊരു അഭിപ്രായമാണുള്ളത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താലാണത് ശരി എന്ന് തോന്നുകയും പക്ഷെ നിങ്ങൾ ആ അഭിപ്രായം തുറന്നു പറയാതിരിക്കുകയും ചെയ്യുന്നു. കാരണം ഞാൻ ഈ അഭിപ്രായം പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വേദനിക്കുമോ, അല്ല എങ്കിൽ മറ്റുള്ളവർക്ക് അത് അനിഷ്ടം തോന്നുമോ, അല്ല എങ്കിൽ അവരെന്നെ വിലയിരുത്തുമോ, അത് തെറ്റായി ധരിക്കുമോ എന്നൊക്കെ ചിന്ത കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ തുറന്നു പറയാതിരിക്കുന്നുവെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ഈ സോഷ്യൽ ഫോബിയയുടെ ചില ചെറിയ രൂപങ്ങൾ നമ്മളിലുണ്ട് എന്ന്. അതോടൊപ്പം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു ക്ഷമാപണ രൂപേണ സംസാരിക്കുക. നമുക്കറിയാം, ചില ആളുകൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ വേദനിക്കരുത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറയല്ല എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയും. എന്നിട്ട് പറയും, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമാവണ്ട എന്ന് ഒക്കെ. അങ്ങനെ ഒരു ക്ഷമാപണ രൂപത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കുക, ഈ പ്രശ്നം നമ്മോടൊപ്പം ഉണ്ട് എന്നാണ്. അതോടൊപ്പം മറ്റൊന്നാണ്, എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. അത് ഞാൻ ചെയ്യണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം, അത് പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ട്, അതിനുവേണ്ടി കാത്തു നിന്നുകൊണ്ട് അത് പെർഫെക്റ്റായി മാത്രം ചെയ്യുന്ന ഒരു രീതി. എല്ലാം പെർഫെക്റ്റായി തന്നെ ചെയ്തിരിക്കണം എന്ന് കരുതി നിങ്ങൾ കാര്യങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കുക, ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ ഫോബിയയുടെ ചില അംശങ്ങൾ നമ്മളിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കുക. ഇനി ഇതിനെ മാറ്റിയെടുക്കാൻ ഒരുപാട് ചിന്തകളുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടവും അവരുടെ അനിഷ്ടവും അവരുടെ അഭിപ്രായവും അവരെ ജഡ്ജ്മെന്റിനെയും വിലയിരുത്തലുകളെയും ഒക്കെ ഭയപ്പെട്ടുകൊണ്ടും നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്കും പോകാൻ കഴിയില്ല. നമ്മുടെ ഒരു ഇഷ്ടങ്ങളെയും നമുക്ക് കൂടെ കൂട്ടാൻ കഴിയില്ല. നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾക്ക് ഡിപ്രഷൻ ഉണ്ടാകും. ഇതിന് ഏറ്റവും ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമാണ് ഇതിൻ്റെ സാമ്പത്തിക വശം. നമ്മൾ ആലോചിക്കുക, നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമുക്ക് താല്പര്യമുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുക. മറ്റവന്റെ വീടിനേക്കാൾ വലുതായിരിക്കണം, ഈ പരിസരത്തുള്ള വലിയ വീടായിരിക്കണം എന്നൊക്കെ കരുതി നാം നമ്മുടെ കയ്യിലില്ലാത്ത ക്യാഷ് പോലും കടമായും ലോണായും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് നാം ഒരു വീട് വെക്കാറ്. ഒരു കാറ് വാങ്ങിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു ഇവന്റ് നടത്തുകയാണ് എങ്കിൽ, ഒരു കല്യാണം നടത്തുകയാണ് എങ്കിൽ മറ്റുള്ള ഒരാളുടെ കല്യാണത്തെക്കാൾ കേമമായിരിക്കണം, സദ്യവട്ടങ്ങൾ കൂടുതലായിരിക്കണം, പലഹാരങ്ങൾ കൂടുതലായിരിക്കണം എന്നൊക്കെ ചിന്തിച്ച് ഇല്ലാത്ത ക്യാഷ് എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മളിൽ പല ആളുകളും അത്തരത്തിലുള്ള. ഇതിന് കാരണമെന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വിലയിരുത്തും, ഞാൻ മോശക്കാരനാണ് എന്ന് വിലയിരുത്തുമോ, സാമ്പത്തികമായി ഞാൻ വലിയ പ്രൗഢിയിൽ ഉള്ള ആളാണ് എന്ന് വിലയിരുത്തേണ്ട എന്നൊക്കെയുള്ള താല്പര്യമാണ്. ഇതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് സാമ്പത്തികമായ വലിയ ബാധ്യതയും നമുക്ക് ഒതുങ്ങാൻ കഴിയാത്ത, നമുക്ക് കയ്യിലൊതുങ്ങാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും അതിലൂടെ വലിയ കടക്കാരനായി മാറുകയും ഒക്കെ ചെയ്യും. ഈ സോഷ്യൽ ഫോബിയയുടെ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യണം.
ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയും ഒക്കെ മാറ്റിവെക്കേണ്ടി വരും. മാത്രമല്ല, അതുമൂലം നമുക്കൊരുപാട് നഷ്ടങ്ങളും ഉണ്ടാകും. നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു കഴുതയും കൂട്ടി യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞു, എന്തിനാ ഈ കഴുതയെ ഒറ്റയ്ക്ക് അങ്ങനെ നടത്തുന്നത്, ഒരാൾക്ക് അതിൽ കയറി ഇരുന്നുകൂടെ എന്ന്. അപ്പോൾ കഴുതപ്പുറത്ത് ആ ഭർത്താവ് കയറിയിരിക്കുകയും അവരങ്ങനെ യാത്ര തുടരുകയും ചെയ്തു. അടുത്തൊരു അങ്ങാടിയിലെത്തിയപ്പോൾ കുറച്ചാളുകൾ പറഞ്ഞു, അയാൾ എന്ത് ക്രൂരനാണ്, തൻ്റെ ഭാര്യയെ നടത്തിക്കൊണ്ട് ഇയാൾ വലിയ കേമനായി ആ കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. അങ്ങനെ അദ്ദേഹം ആ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി തൻ്റെ ഭാര്യയെ ആ കഴുതപ്പുറത്ത് കയറ്റി വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കും. മറ്റൊരു സ്ഥലത്തെത്തിയപ്പോൾ മറ്റു ചില ആളുകൾ പറഞ്ഞു, ആ സ്ത്രീ കണ്ടിയിലെ സ്വന്തം ഭർത്താവിനെ നടത്തിക്കൊണ്ട് അവൾ വലിയ രാജ്ഞിയായി കഴുതപ്പുറത്ത് ഭർത്താവിനെ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന്. അവസാനം ഇവർ രണ്ടുപേരും കൂടെ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്തപ്പോൾ മറ്റൊരു കൂട്ടം പറഞ്ഞു, വല്ലാത്തൊരു കഷ്ടം, എന്ത് ക്രൂരന്മാരാണ്, ആ പാവം കഴുതയുടെ പുറത്ത് രണ്ടാൾ കയറിക്കൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്നതിന് എത്രമാത്രം ക്ഷീണമുണ്ടാകും, ഈ രണ്ടാളുടെ ഭാരം അതിന് പൊക്കാൻ കഴിയുമോ എന്ന രീതിയിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം സഹികെട്ട് ഇവർ ഒരു മുളക്കം പെടുത്ത് കഴുതയെ അതിൻ്റെ പുറകിൽ കെട്ടിക്കൊണ്ട് രണ്ടാളും കൂടി ഏറ്റി നടക്കാൻ തുടങ്ങി. അവർക്കൊരു പുഴ കടക്കാനുണ്ടായിരുന്നു. പുഴയുടെ മുകളിലൂടെയുള്ള പാലത്തിലൂടെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഴുത താഴോട്ട് നോക്കുകയും വെള്ളത്തിൽ തൻ്റെ പ്രതിബിംബം കണ്ടുകൊണ്ട് കഴുത ആകെ വെപ്രാളപ്പെടുകയും തന്നെ ആക്രമിക്കാൻ ഏതൊരു ജീവി വരുന്നുവെന്ന് കരുതി കഴുത ആകെ കുതറി മാറി ഇവരുടെ കയ്യിൽ നിന്ന് കഴുത വെള്ളത്തിലേക്ക് വീഴുകയും അങ്ങനെ കഴുത ചത്തു എന്നാണ് കഥ. അങ്ങനെ ഈ മറ്റുള്ളവരുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റുള്ളവരുടെ വ്യത്യസ്തമായിട്ടുള്ള ജഡ്ജ്മെന്റും ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളായ, നമ്മുടെ താല്പര്യങ്ങളായ, നമ്മുടെ ഉയർച്ചയ്ക്ക് നിദാനമായ കാര്യങ്ങളൊക്കെ ഇതുപോലെ കഴുത ചത്തതുപോലെ ചത്തൊടുങ്ങി പോവുക മാത്രമാണ് ചെയ്യുക. ഇനി ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ധരിക്കുന്നു, എന്നെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു, ജഡ്ജ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഈ ഭയം തികച്ചും അടിസ്ഥാനരഹിതമായിരിക്കാം. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും യന്ത്രങ്ങളുണ്ടോ? മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഒരുപക്ഷെ അവർ നമ്മളെക്കുറിച്ച് നല്ലത് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്, നല്ലത് മാത്രമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ വേവലാതി തികച്ചും അടിസ്ഥാനരഹിതമായിരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിചാരിക്കുക. രണ്ടാമതായി നാം ആലോചിക്കേണ്ടത്, ഇനി അങ്ങനെ ജനങ്ങൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്നുവെങ്കിൽ, നമ്മളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുവെങ്കിൽ അത് അവരുടെ മാത്രം അഭിപ്രായമാണ്, അതൊരു കേവലം അഭിപ്രായം മാത്രമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊരു തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ അഭിപ്രായം മാത്രമാണ് എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക. മൂന്നാമതായി നാം ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഡെഫിനിഷൻ വേണം. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തെത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇങ്ങനെ പോവാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്, അതിൽ എനിക്ക് എൻ്റെതായ ശരികളുണ്ട്, ആ ശരി കേടുകൾ വിലയിരുത്താനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായി ധാരണയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു സെൽഫ് ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമാകുന്ന സമയത്ത് നാം ചെയ്യേണ്ടത്, എവിടെയും നമ്മളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ഉണ്ടാകും. നമ്മൾ നല്ലത് ചെയ്താൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്താൽ നമ്മളെ അത് കൃത്യമായി വിലയിരുത്തുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകും. അവരുടെ ഒരു കൂട്ടം നമ്മൾ ഉണ്ടാക്കുക. അവരുമായി നിരന്തരം കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് അവരോട് കൂടി പറയുക. അപ്പോൾ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും, നല്ല കാര്യങ്ങൾ പറയും. അങ്ങനെ നമുക്കതിൽ നിന്ന് കൂടുതൽ പ്രചോദനം ഉണ്ടാകും. അവരുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യുമ്പോൾ, അവരിൽ നിന്നുള്ള നല്ല വിലയിരുത്തലുകൾ കിട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആളുകളെല്ലാം നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് നല്ല രീതിയിലാണ്, ആളുകളെല്ലാം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ല ഉഷാറായിട്ടാണ് എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. പിന്നെ ആളുകളുടെ എല്ലാ അഭിപ്രായത്തെയും നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ, നമുക്ക്
കൂടുതൽ മെച്ചപ്പെടുത്താൻ, നമുക്ക് ബെറ്ററായി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ചില സത്യങ്ങളും ആളുകൾ പറയും. അപ്പോൾ അതിനെ കൃത്യമായി വിലയിരുത്തി അത് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കാനും തള്ളേണ്ടതാണ് എങ്കിൽ തള്ളാനുമുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു പുതിയ രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളോട് നമ്മൾ നേരത്തെ തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കുക. മറ്റു മീഡിയംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, എന്നിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞ് മറ്റുള്ളവ കുറേ ആളുകൾ നമ്മളത് ചെയ്യുമ്പോൾ, നമ്മളത് തുടർന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മളോട് ഒരുപാട് അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. കാരണം നമ്മൾ നേരത്തെ തുടങ്ങാൻ ആഗ്രഹിച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയെ കുറിച്ച് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുടെ എല്ലാം അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഒരു പക്ഷേ ആളുകൾക്ക് പരിചയമില്ലാത്തൊരു സംഭവമാകുമ്പോൾ എനിക്ക് പരിചയമില്ലാത്തതെല്ലാം തെറ്റാണ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് ആളുകൾ വരാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില അഭിപ്രായങ്ങൾ വരും, അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ. പിന്നെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ ഫോബിയയുടെ ഭാഗമായി അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് നാം അങ്ങനെ കരുതി നടക്കുമ്പോഴാകും ഒരാൾ നമ്മളെ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ കണ്ട ഒരാൾ പെട്ടെന്ന് കാണുകയും ഒരു കുശലാന്വേഷണം എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുകയും അവരതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നുമല്ല, മറിച്ച് അവരൊരു കാര്യം പറയുക എന്ന നിലയ്ക്ക് ചില കമന്റുകൾ പാസ്സാക്കി പോകും. അപ്പോൾ ആ കമന്റുകളെ അത്തരത്തിലുള്ള കമന്റുകൾ മാത്രമായി കണ്ടുകൊണ്ട് അതിനെ നമ്മൾ മനസ്സിലേക്ക് എടുക്കാതെ അങ്ങനെ തന്നെ ഒരു കേവലം കുശലാന്വേഷണം മാത്രമായിരുന്നു എന്ന രീതിയിൽ തന്നെ അതിനെ കണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഇതിൽ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയും ഒരു നിലപാടും ഉണ്ടാക്കിയെടുക്കുക, ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത് എന്ന ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇന്നാലിന്ന കഴിവുകളാണുള്ളത്, ആ കഴിവിൽ ഞാൻ മുന്നോട്ട് പോകും, അത് എൻ്റെ ഇഷ്ടങ്ങളാണ്, എൻ്റെ താല്പര്യമാണ്, എൻ്റെ പാഷനാണ് എന്നൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കുകയും എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം നടത്തി തെറ്റുപറ്റാതിരിക്കാൻ, മറ്റാർക്കും ദോഷം വരാത്ത രീതിയിൽ ഒക്കെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് നേരത്തെ നാം പറഞ്ഞതുപോലെ അതിൻ്റെ എക്സ്പെർട്ടേഴ്സിൽ നിന്ന് അഭിപ്രായങ്ങൾ ചോദിച്ച് ഇങ്ങനെ ചെയ്താൽ വല്ല ദോഷവും ഉണ്ടോ, അതെനിക്ക് ഗുണമല്ലേ എന്ന രീതിയിൽ അഭിപ്രായങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് അതിലെ പ്രധാന കാരണം. തനിക്ക് ഗുണമാണോ എന്നതായിരിക്കണം ഏറ്റവും പ്രധാനമായത്. പിന്നെ അസൂയാലുക്കൾ ഉണ്ടാവും, നമ്മുടെ ശത്രുക്കൾ ഉണ്ടാവും, അവർ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കമന്റ് ഒന്നും ഒരിക്കലും നമ്മളെ ബാധിക്കരുത്. ആ കമന്റ് നമ്മളിൽ തട്ടി നാം ഉണ്ടാക്കിയെടുക്കുന്ന ഈ സെൽഫ് എസ്റ്റീമിലും ഈ സെൽഫ് ഡെഫിനിഷനിലും ഒക്കെ തട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകണം. നമ്മൾ അവിടെയൊക്കെ ഡിമ്മായി കഴിഞ്ഞാൽ, നമ്മൾ അവിടെയൊക്കെ ടെൻഷൻ അടിച്ചാൽ, പ്രയാസപ്പെട്ടാൽ, ഇത് പറയുന്ന നമ്മുടെ ശത്രുക്കളുടെ, നമ്മുടെ അസൂയാലുക്കളുടെ പറച്ചിൽ കൂടുകയുള്ളൂ, അതിൽ അവർക്ക് സന്തോഷം കിട്ടുകയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ പറയുന്ന ബാഡ് കമന്റിനോടും നമ്മൾ പ്രതികരിക്കാതിരിക്കരുത്. സ്വാഭാവികമായും നമ്മുടെ മനസ്സിനത് തോന്നിപ്പോയി എങ്കിലും, വിഷമം തോന്നിപ്പോയി എങ്കിലും നമ്മൾ അവരുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാനേ പാടില്ല. അങ്ങനെ അവർ സ്വാഭാവികമായിട്ടും അത്തരം അസൂയാലുക്കളും നമ്മുടെ ശത്രുക്കളും ഒക്കെയുള്ള അവരുടെ അത്തരത്തിലുള്ള കമന്റുകൾ സ്വാഭാവികമായും അവർ നിർത്തും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനമായി നാം തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തെയും, ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കരുത് എന്നോ അവരുടെ കമന്റുകൾ ശ്രദ്ധിക്കരുത് എന്നോ ഒന്നുമല്ല. നമ്മൾ സ്വാഭാവികമായും ഒരു സോഷ്യലായി ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് പരിഗണന കിട്ടണം, ബഹുമാനം കിട്ടണം, റെസ്പെക്ട് കിട്ടണം, നമുക്ക് അറ്റൻഷൻ കിട്ടണം, അതൊക്കെ ശരിയാണ്. പക്ഷേ അമിതമായിട്ടുള്ള ഈ അറ്റൻഷൻ സീക്കിംഗ് അത് നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. മറ്റുള്ളവരുടെ ഒരു പ്രവർത്തനവും തൻ്റെ സമാധാനത്തെ കെടുത്താൻ എന്നെ അഫക്റ്റ് ചെയ്യില്ല, എനിക്കത് പ്രശ്നമേ അല്ല എന്ന ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ എന്തും പറഞ്ഞോ, നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏത് രീതിയിലുള്ള കമന്റ് നിങ്ങൾ പറഞ്ഞു, പക്ഷെ എന്നെ അതൊന്നും അഫക്റ്റ് ചെയ്യില്ല എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകളൊക്കെ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നല്ല.
അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ ലൈക്ക് എത്രയായി, അതിൻ്റെ കമൻ്റ് എത്രയായി, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തന്നെ ആലോചിക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മളെ കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കുശലാന്വേഷണം പറയുന്നത് പോലെയോ അല്ല എങ്കിൽ എന്തെങ്കിലും നമ്മളൊന്ന് വേദനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുകയോ അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും നമ്മളെ കുറിച്ച് 24 മണിക്കൂറും അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള മിഥ്യാധാരണ നമ്മൾ ഒഴിവാക്കുക. അവർക്ക് സമയമില്ല, നമ്മളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. കാരണം നമ്മൾ അത്ര വലിയ ഒരു സംഭവമാണ് എന്നെല്ലാവരും വിലയിരുത്തും എന്ന ഒരു ധാരണയും ഒന്നും വേണ്ട. അങ്ങനെ മറ്റുള്ളവർ എന്നെ എങ്ങനെ വിലയിരുത്തും, ജഡ്ജ് ചെയ്യുമെന്ന സോഷ്യൽ ഫോബിയയെ മാറ്റിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ കൃത്യമായി എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായ താല്പര്യങ്ങളുണ്ട്, എൻ്റെതായ കഴിവുകളുണ്ട്, അത് ഞാൻ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും എന്ന ഒരു ഉത്തമമായിട്ടുള്ള ആത്മവിശ്വാസവും ഒരു കോൺഫിഡൻറ്റും ഒരു സെൽഫ് എസ്റ്റീമും ഒക്കെ നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുക. നിങ്ങളുടെ എല്ലാ കഴിവുകളെയും എല്ലാ സന്തോഷങ്ങളെയും എല്ലാ താല്പര്യങ്ങളെയും നിങ്ങൾ കണ്ടെത്തി അത് മുന്നോട്ട് കൊണ്ടുപോകുക. ആളുകൾ എന്തൊക്കെയോ പറയട്ടെ, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്രമാണ് അനുഭവിക്കുന്നത്, നമ്മുടെ ജീവിതം നമ്മൾ മാത്രമാണ് അനുഭവിക്കുന്നത്, നമ്മുടെ ജീവിതം നമ്മൾ മാത്രമാണ് ആസ്വദിക്കാനുള്ളത്. നമ്മുടെ സമാധാനം, നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നമ്മുടെ കയ്യിൽ മാത്രമാണുള്ളത് എന്ന് മനസ്സിലാക്കി ഈ സോഷ്യൽ ഫോബിയ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പേടിയെക്കുറിച്ച് സംസാരിച്ചത് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളുമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം.